എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഇഫ്താർ സ്പെഷ്യലായിട്ടോ അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനൊക്കെ നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബട്ടൂരയും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബട്ടർ മുട്ടക്കറിയാണ്. ഇത് രണ്ട് നല്ല അടിപൊളി ഒരു കോംബോ ആണ് കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബട്ടൂര റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ 250 ml ഒരു കപ്പിൽ 3 കപ്പ് അളവിൽ മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഓയിലും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നമ്മൾ പൊടി അളന്നിട്ടെടുത്ത അതേ കപ്പിൽ തന്നെ ഒരു 3/4 കപ്പ് അളവിൽ ഇളം ചൂടുള്ള പാലും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇളം ചൂടുള്ള പാല് തന്നെ വേണം കേട്ടോ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ഓവർ ചൂടായി പോവുകയും ചെയ്യരുത്. അതുപോലെ തന്നെ ഇതിലേക്ക് 1.5 ടീസ്പൂൺ അളവിൽ ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഡ്രൈഡ് ഈസ്റ്റ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. കൂടാതെ 1.5 ടേബിൾ സ്പൂൺ അളവിൽ നമുക്കിതിലേക്ക് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇതുപോലെ മിക്സ് ചെയ്ത് നമ്മളൊരു 10 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. ആ ഒരു ഈസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് കണ്ടല്ലോ ഈ ഒരു ഈസ്റ്റ് നന്നായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പൊങ്ങി കിട്ടും. ഇതുപോലെ നന്നായിട്ടൊന്ന് പൊങ്ങി വരണം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പൊടിയിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ തൈരും കൂടി ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈര് വേണം കേട്ടോ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഒരു പാലിൻ്റെ മിക്സ് ഫുള്ളായിട്ട് തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമ്മളിതൊന്ന് കുഴച്ചിട്ടെടുക്കുക. ആ ഒരു പാലിൻ്റെ ഒരു മിക്സ് മാത്രം പോരാ നമുക്കിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ഇളം ചൂടുള്ള വെള്ളം കൂടി വേണം കേട്ടോ. ഇതുപോലെ നമ്മൾ ടേബിൾ സ്പൂണിൽ ആവശ്യത്തിനുള്ള വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണൊക്കെ ഇളം ചൂടുള്ള വെള്ളം കൂടി എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. ചിലപ്പോൾ നമ്മളൊക്കെ എടുക്കുന്ന പൊടിയുടെ അനുസരിച്ച് ചിലപ്പോൾ വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾക്ക് ചിലപ്പോൾ കൂടിയോ കുറഞ്ഞൊന്നൊക്കെ ഇരിക്കാം. അപ്പോൾ നിങ്ങൾ കുഴക്കുന്ന സമയത്ത് വീണ്ടും വെള്ളം ആവശ്യമായിട്ടുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ. നല്ല സോഫ്റ്റാക്കി ഒന്ന് കുഴച്ചിട്ടെടുത്താൽ മാത്രം മതി. ഇനി ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കുഴച്ചെടുത്തിരിക്കുന്ന ഈ ഒരു മാവും കൂടി ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഇത് കണ്ടില്ല ഇതുപോലെ നല്ല സോഫ്റ്റ് ആക്കി വേണം നമ്മൾ ഈ ഒരു മാവ് ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ മുകളിലേക്കും കൂടെ കുറച്ച് ഓയിലൊന്ന് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു മാവിരുന്നങ്ങ് ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മളിതൊന്ന് കവർ ചെയ്തിട്ട് ഈ ഒരു മാവ് നല്ല ഡബിളായിട്ട് കിട്ടുന്നതിന് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അത്യാവശ്യം നല്ല ചൂടുള്ള സ്ഥലങ്ങളാണെങ്കിൽ കറക്റ്റ് 1 മണിക്കൂർ മതി കേട്ടോ. 1 മണിക്കൂറിനുള്ളിൽ നമുക്ക് നന്നായിട്ട് പൊങ്ങി കിട്ടും. ഇനി അഥവാ നല്ല തണുപ്പുള്ള സ്ഥലങ്ങളാണെങ്കിൽ ഏകദേശം ഒരു 2 മണിക്കൂറൊക്കെ എടുത്തുനിന്നിരിക്കും നമുക്ക് ഈ ഒരു മാവ് നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ട്. ഈ ഒരു മാവ് നല്ല ഡബിളായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കാവുന്നതാണ്. അങ്ങനെ ഡബിളായി വന്നാൽ പിന്നെ നമ്മൾ ഒരുപാട് സമയം ഒരു മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണ്ട കേട്ടോ. കൂടുതൽ ഓവറായിട്ടങ്ങ് സോഫ്റ്റായി പോവും. ഇപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല ചൂടുള്ളതുകൊണ്ട് തന്നെ കറക്റ്റ് 1 മണിക്കൂർ ആയപ്പോഴത്തേക്ക് എനിക്ക് ഈ ഒരു മാവ് ഒന്ന് പൊങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മാവ് ഇതുപോലെ നല്ല ഡബിളായിട്ട് വരുമ്പോഴത്തേക്കും കുറച്ചും കൂടി നമുക്ക് ഈ ഒരു മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഇനി നമ്മൾ ജസ്റ്റ് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് കുഴച്ചതിന് ശേഷം ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് മാവ് എടുത്തിട്ടൊന്ന് പരത്തിയിട്ടെടുക്കാം. കുറച്ച് മാവെടുത്ത് നമ്മൾ പരത്തുന്ന സമയത്ത് ബാക്കി മാവ് നമ്മളൊന്ന് കവർ ചെയ്ത് തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ആ ഒരു മാവിൽ നിന്ന് ഉണങ്ങിപ്പോവും. ഒരു കൗണ്ടർ ടോപ്പിലേക്കോ അല്ലെങ്കിൽ ഒരു ചപ്പാത്തി പലകയിലേക്കോ കുറച്ച് പൊടിയിൽ നിന്ന് തൂകിയിട്ട് തന്നെ വേണം നമ്മളിത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ഒരുപാടങ്ങ് പൊടി തൂകി നമ്മൾ പരത്താനും പാടില്ല. എന്നിട്ട് നമുക്ക് ഇതൊന്ന് പരത്തിയിട്ടെടുക്കാം കേട്ടോ. തീരെ ഒരുപാടങ്ങ് കട്ടി കുറയാനും പാടില്ല, എന്നാൽ ഒരുപാട് കട്ടി കൂടാനും പാടില്ല. കറക്റ്റ് ഒരു പരുവം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ ഇതുപോലെ ഞാനൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ ഈ ഒരു കട്ടി വേണം കേട്ടോ. ഒരുപാടങ്ങ് നൈസായി പോയിട്ടുമില്ല, എന്നാൽ ഒരുപാട് കട്ടി ഇല്ലതാനും. ഈ ഒരു കട്ടി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളിത് എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് നന്നായിട്ട് നമുക്കിത് പൊങ്ങി കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് ഇതുപോലെ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. കട്ട് ചെയ്യാതെ കുറച്ചും കൂടി ചെറിയ ഉരുളയാക്കി എടുത്തിട്ട് നമ്മളിത് പരത്തിയിട്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു പാത്രത്തിൽ നമ്മൾ കുറച്ച് പൊടിയൊന്ന് തൂക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് മാത്രം നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് ഇത് വെച്ച് കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ നമ്മളിത് ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയത്ത് ഇത് ഒരു പാത്രത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ അത്യാവശ്യം പൊടിയൊന്ന് തൂക്കിയിട്ട് തന്നെ ഇതിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് പരത്തി കട്ട് ചെയ്തിട്ട് എടുക്കാം. ഒരു പകുതി മാവോളം നമ്മൾ ഇതുപോലെ പരത്തി കട്ട് ചെയ്ത് അത് ഫ്രൈ ചെയ്തതിന് ശേഷം ബാക്കി നമ്മൾ പരത്തി കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. കാരണം നമ്മളിത് ഈസ്റ്റ് ചേർത്ത മാവായതുകൊണ്ട് തന്നെ എല്ലാം കൂടി പരത്തി കട്ട് ചെയ്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്യാന്ന് വെച്ചാൽ ആദ്യമൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചത് കുറച്ചും കൂടി അങ്ങ് പൊങ്ങി വരാനും പിന്നെ ഒരു മാവ് അതിൽ ഒട്ടിപ്പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു പകുതിയോളം മാവ് തന്നെ നമ്മൾ ഫുള്ളായിട്ട് പരത്തി ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കുക. അത് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ബാക്കി പരത്തിയൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇനി നല്ല ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് തന്നെ വേണം നമ്മളിത് ഇതുപോലെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്.
അത്യാവശ്യം നല്ല ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ നമുക്കിത് പൊങ്ങി കിട്ടത്തുള്ളൂ. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാടങ്ങ് തീ കുറയ്ക്കാനും പാടില്ല, എന്നാലും തീ ഒരുപാടങ്ങ് കൂട്ടിയിട്ടാൽ ഇതിൻ്റെ പുറമെ അങ്ങ് പെട്ടെന്ന് അങ്ങ് കളറങ്ങ് മാറിപ്പോകും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ നമുക്ക് ഇതൊന്ന് ആക്കി കൊടുക്കാം. അപ്പോഴത്തേക്ക് നന്നായിട്ട് തന്നെ ഇത് പൊങ്ങി വരും കേട്ടോ. ശേഷം ഇതുപോലെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഓയിലിനകത്തുനിന്ന് എടുക്കാവുന്നതാണ്. ഇതിൽ ഒരുപാടങ്ങ് കളർ ഒത്തിരി അങ്ങ് മാറിപ്പോകണ്ട കേട്ടോ. തീ ഒരുപാട് നമ്മൾ കൂട്ടി വെച്ച് കൊടുത്താൽ ഇതിൽ ഒരുപാടങ്ങ് കളറങ്ങ് മാറിപ്പോവും. അപ്പോൾ ഇത് കണ്ടല്ലോ നമ്മുടെ ഈ ഒരു ബട്ടൂര എല്ലാം തന്നെ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബട്ടൂരയുടെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറി കൂട്ടി കഴിക്കാനാണ് കേട്ടോ. നല്ല ചിക്കൻ കറിയോ ബീഫ് കറിയോ അതുപോലെ തന്നെ കടലക്കറി മറ്റ് വെജിറ്റബിൾ കറിയും മുട്ടക്കറി എല്ലാം നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ബട്ടൂരയുടെ കൂടെ തയ്യാറാക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ബട്ടർ മുട്ടക്കറിയാണ് കേട്ടോ. സൂപ്പർ കോമ്പിനേഷൻ ആണ് കേട്ടോ ഇത് രണ്ടും കൂടി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇതുപോലെ ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ബട്ടർ ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഉപ്പില്ലാത്ത ബട്ടർ വേണം കേട്ടോ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ബട്ടർ ഒരുപാടങ്ങ് ചൂടായിട്ട് വരുന്നതിന് മുമ്പായിട്ട് തന്നെ തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് 1 നുള്ളു മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ കോഴിമുട്ടയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 5 കോഴിമുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ തയ്യാറാക്കാൻ പോകുന്ന ഒരു ഗ്രേവി അനുസരിച്ച് 5 മുതൽ ഒരു 7 കോഴിമുട്ട വരെ പുഴുങ്ങിയെടുക്കാവുന്നതാണ്. ഈ ഒരു മുട്ട നമ്മളൊന്ന് വരഞ്ഞിട്ട് വേണ്ടിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു മുട്ട നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒരു മിനിറ്റോളം നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒരു പാനിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. ഇനി ഈ ഒരു പാനിലേക്ക് തന്നെ നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ഇട്ട് കൊടുക്കാം. അത് ഉപ്പില്ലാത്ത ബട്ടർ തന്നെയാണ്. അപ്പോൾ ബട്ടർ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒരുങ്ങി ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതുപോലൊരു ബേ ലീവ്സും ഒരു 3 ഗ്രാമ്പും ഒരു 3 ഏലക്കായും എടുത്തിട്ടുണ്ട്. ചെറിയൊരു കഷ്ണം കറുവപ്പട്ടയും. ഇതൊരു ബ്ലാക്ക് കാർഡമാണ് കേട്ടോ, കറുത്ത ഏലക്കായ. അത് നമ്മുടെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമുക്കൊരു 3-4 അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തതും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കുക. അതിൻ്റെ ഒരു പച്ച ചുവന്ന് മാറി വരുന്ന സമയത്ത് 2 മീഡിയം സൈസ് സവാള ഇതുപോലെ കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ജസ്റ്റ് സവാള നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവാള അത്യാവശ്യം ഒന്ന് വാടി വരുന്ന സമയത്ത് ഒരു 10-15ഓളം കാഷ്നട്ടും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് നമ്മളിതൊന്ന് ഇളക്കിയിട്ടെടുക്കുക. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്തതും കൂടി ഇട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ ഇളക്കി കൊടുത്ത് തക്കാളി ഒന്ന് വാടി വരുന്ന സമയത്ത് 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ നമ്മൾ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്താലും ഒരുപാട് എരിവൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ. സാധാരണ നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നിങ്ങളുടെ ഒരു എരിവിനനുസരിച്ച് മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ. 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയോ അല്ലെങ്കിൽ ചിക്കൻ മസാലയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു പൊടികളെല്ലാം ചേർത്ത് കൊടുത്ത് അതിൻ്റെ ഒരു പച്ചവേ മാറി ഇതിൽ അത്യാവശ്യം ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുത്ത് ഒരു 15 മിനിറ്റോളം നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം. തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അത്രയും സമയം നമ്മൾ തുടർച്ചയായിട്ട് വെച്ച് കൊടുക്കാനും പാടില്ല. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും ആ ഒരു വെള്ളമൊക്കെ വറ്റി ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും. ഇനി ഈ ഒരു ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത് ഇതിൻ്റെ ചൂട് ആറിയതിന് ശേഷം നമ്മളിത് അരച്ചിട്ടെടുക്കേണ്ടതാണ്. അരയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത ഒരു ബേ ലീവ്സും അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് കാർഡമോ നമ്മൾ എടുത്ത് മാറ്റേണ്ടതാണ് കേട്ടോ. അത് രണ്ടും എടുത്ത് മാറ്റിയതിന് ശേഷം വേണം നമ്മളിത് അരച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ചൂട് നന്നായിട്ട് കുറഞ്ഞതിന് ശേഷം ഇതുപോലെ ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒട്ടും വെള്ളമില്ലാതെ നമുക്ക് ഇതുപോലെ നല്ല പേസ്റ്റ് പരുവത്തിലൊന്ന് അരച്ചിട്ടെടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ല, ഇതുപോലെ നല്ല പേസ്റ്റ് പരുവത്തിൽ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടറും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പില്ലാത്ത ബട്ടർ തന്നെയാണ് കേട്ടോ. ബട്ടർ ഒന്ന് ഉരുകി വരുന്ന സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തിട്ട് നമ്മളിപ്പോൾ അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന അരപ്പ് ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു 3-4 മിനിറ്റോളം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. 3-4 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1.5 കപ്പ് അളവിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്കിപ്പോൾ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ അളവിൽ കസൂരി മേത്തിയാണ്.
ഉലുവയുടെ ഇല ഉണക്കി പൊടിച്ചതാണ് കേട്ടോ ഇത് ചേർത്ത് കൊടുത്താൽ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇതിപ്പോൾ നമ്മുടെ ഇല്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. ഇതുപോലെ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്കൊരു മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുട്ടയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്ത് ഇതുപോലെ നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഒരു 3-4 മിനിറ്റോളം തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് ആ ഒരു മുട്ടയിലും ആ ഒരു മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 4 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കാം. നമ്മളിത് സാധാരണ ബട്ടർ ചിക്കൻ ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ ഈ ഒരു ബട്ടർ മുട്ടക്കറി ഇവിടെ റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നമ്മൾ ഇതുപോലെ കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഒരു 3-4 ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് നമുക്ക് ഒരു 1/4 കപ്പൊക്കെ നമുക്ക് നല്ല ചൂട് പാല് വേണമെങ്കിലും പശുവിൻ പാല് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാമെന്നാണ് കേട്ടോ. അത് ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി അഥവാ പശുവിൻ പാല് ചേർക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ നല്ല കുറുകിയ തേങ്ങാപ്പാൽ നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാമെന്നാണ്. ഒരു 1/4 കപ്പൊക്കെ എടുത്ത് കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഫ്രഷ് ക്രീം തന്നെ ചേർത്ത് കൊടുക്കണം. അതില്ലെങ്കിൽ മാത്രം നമ്മൾ ഇതിൽ ഏതിലൊന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു സമയത്ത് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് നമുക്കൊന്ന് ഇളക്കിയിട്ടെടുക്കാം. ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു ബട്ടർ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ബട്ടൂരയുടെ കൂടെ നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മുടെ ഒരു മുട്ടക്കറിയും സെർവ് ചെയ്യാനാണ്. ഇത് രണ്ടും നല്ലൊരു അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.